വളരെ മനോഹരമായിട്ടുള്ള ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. നാളെ ക്രിസ്മസ് 25-ാം തീയതി ക്രിസ്മസിൻ്റെ പുലർച്ചെയാണ്. പ്രഭാതം വെട്ടിവിടരുമ്പോൾ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളുടെ തിമിർപ്പാണ്. പള്ളിയാരാധനകളും ആരാധനകൾക്ക് ശേഷം എന്തെല്ലാമാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിക്കുന്നത്, എന്തെല്ലാമായിരിക്കും നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിക്കുന്നത്. ഈ രാത്രിയുടെ നേരം പുലരുമ്പോൾ എന്തെല്ലാമായിരിക്കും കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിൻ്റെ സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും ക്രിസ്മസിൻ്റെ സന്ദേശങ്ങളെ സ്വീകരിക്കാനും ഒക്കെ ഇടയാകും. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇരുട്ടിൽ നടക്കുന്നവൻ്റെ പ്രകാശത്തിൻ്റെ വരവേൽപ്പാണ് ക്രിസ്മസ്. ഇരുട്ടിൽ നടക്കുന്നവൻ്റെ പ്രകാശത്തിൻ്റെ വരവേൽപ്പാണ് ക്രിസ്മസ്. ഇരുട്ടിൻ്റെ ചുറ്റുപാടുകളിൽ വെളിച്ചത്തിൻ്റെ ദിവശികയാണ് ക്രിസ്മസ്. ഇരുട്ടിൻ്റെ ശക്തികൾ വർദ്ധിക്കുകയാണ്, ഇരുട്ടിൻ്റെ കൂട്ടുകെട്ടുകൾ വർദ്ധിക്കുകയാണ്, ഇരുട്ടിൻ്റെ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുകയാണ്. ഇരുട്ടിന്ന് വെളിച്ചമാണെന്ന് തോന്നവിധം ഇന്ന് മാറിയിരിക്കുകയാണ്. ഇന്ന് ലോകത്തിന് ഇരുട്ട് പോലും വെളിച്ചമായി മാറിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ വലിയ വേലിയേറ്റവും കേളികെട്ടുമാണ് ഇന്ന് കേൾക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കൊടിക്കുന്നിൽ സുരേഷുമായിട്ട് പറഞ്ഞു, നിങ്ങൾ നിലപാടെടുത്തില്ലെങ്കിൽ ദൈവമാണ് ഈ അവസരം നൽകിയത്. സർക്കാരുകളാണെങ്കിലും പാർട്ടിയാണെങ്കിലും ദൈവം നൽകിയ അവസരമാണ്. കുടിച്ചു മുടിയുവാനും നശിക്കുവാനുമുള്ള ലോകമല്ല ഈ ലോകം. ധാർമ്മികമായി തകർന്നതപ്പതിക്കേണ്ട ഒരു ലോകമല്ലിത്. ശപിക്കപ്പെട്ട് നശിക്കേണ്ട ഒരു ലോകമല്ലിത്. മറിച്ച് ദൈവ തേജസ് കണ്ട്, പ്രകാശം കണ്ട്, പ്രകാശപൂരിതമായി വെളിച്ചത്തിൻ്റെ മാർഗത്തിൽ കൃപയുടെയും സത്യത്തിൻ്റെയും വഴിഞ്ഞൊഴുക്കിൽ ജീവിതത്തിൻ്റെ സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ വിളിക്കപ്പെട്ട സമൂഹമാണ് മനുഷ്യരെല്ലാം. അത് ക്രൈസ്തവം മാത്രമല്ല, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത ഫലിതമാണ് പറയുന്നെങ്കിലും അർത്ഥദീപ്തമാണ്. അദ്ദേഹത്തിന് കുഞ്ഞുങ്ങൾ കേക്ക് മുറിച്ച് കൊടുത്ത ശേഷം പ്രസംഗം തുടങ്ങിയപ്പോൾ ഞാൻ പോലും ശ്രദ്ധിക്കാത്തൊരു കാര്യം, മാലാഖവൃന്ദം പാടിയ പാട്ട് ആർക്കു വേണ്ടിയാണ് പാടിയത്? നമ്മളെല്ലാം പറയും ഇടയന്മാർക്ക് വേണ്ടിയാണ് പാടിയത്. അദ്ദേഹം ചോദിച്ചു, ആകാശത്തുനിന്ന് പാടിയുമ്പോൾ ഹൃദയങ്ങൾക്ക് വേണ്ടിയാണ്. ഉയരത്തിൽ നിന്ന് മാലാഖവൃന്ദം പാടിയത് ഒരു മലഞ്ചെരുവിലിറങ്ങി ആട്ടിടയന്മാർക്ക് വേണ്ടിയാണോ? എത്ര ചിന്തോദീപകമാണ്! ആകാശത്തിൻ്റെ വിരിവിൽ കീഴിലുള്ള മനുഷ്യ സമൂഹത്തിന് വേണ്ടി, പ്രകൃതിക്ക് വേണ്ടി, പ്രപഞ്ചത്തിന് വേണ്ടിയുമാണ്, സർവ്വജനത്തിനും ചലാചരങ്ങൾക്കുമാണ് ദൈവത്തിൻ്റെ ലോകപ്രവേശനം. സത്യമല്ലേ? യാഥാർത്ഥ്യമല്ലേ? അതുകൊണ്ട് ഈ രാത്രി സകലരും സന്തോഷിക്കണം, സകലരും ആനന്ദിക്കണം, സകലരും ഈ നന്മ അനുഭവിക്കണം. നമ്മുടെ പ്രയത്നങ്ങളും നമ്മുടെ ഗാനതന്ത്രികളും നമ്മുടെ ഗാനമധുരിമകളും നമ്മുടെ ആരാധനകളും 2012 ക്രിസ്മസ് പിറക്കുമ്പോൾ ഈ വസ്തുതകളെ സ്വീകരിച്ചുകൊണ്ട് പ്രയാണം ചെയ്യുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. സന്തോഷകരമായ സമൃദ്ധമായ വെളിച്ചത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഉത്സവമായി, അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. 2013 ഏറ്റവും അനുഗ്രഹപൂർണമായ വർഷവും ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 60-ാം കീർത്തനം, ആട്ടിടയർ രാത്രികാലെ കൂട്ടമായി പാർക്കവേ എന്ന കീർത്തനം പാടുമ്പോൾ സ്തോത്രകാഴ്ച സ്വീകരിക്കുന്നതാണ്.
സകല ദാനങ്ങളുടെ ഒരിടമായ കർത്താവും ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. ഏറ്റവും വലിയ ദാനമായി അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി നൽകിയല്ലോ. ആ വലിയ സ്നേഹത്തെ ഓർക്കുന്ന ഈ രാത്രിയിൽ കർത്താവെ, ഞങ്ങളെ ഞങ്ങൾക്കുള്ളവയെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ലഭിച്ചിരിക്കുന്ന വകയിൽ നിന്ന് സന്തോഷത്തോടെ സമർപ്പിച്ചിരിക്കുന്ന ഈ കാഴ്ചകളെ അവിടുത്തെ നാമമഹത്വത്തിനായി ഉപയോഗിക്കണമേ. കർത്താവെ, വെളിച്ചമുള്ളവരായി നിൻ്റെ സാക്ഷികളായി നിലനിൽപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. തുടർന്ന് നിൻ്റെ നാമമഹത്വത്തിനായി ജീവിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യണമേ. യേശു മിശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. യുഗങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പ്രവചനങ്ങളുടെ നിവൃത്തിയായി ബേത്ലഹേം പുൽക്കൂട്ടിൽ കന്യാമറിയത്തിൻ്റെ ഓമൽകുമാരൻ പിറന്നു വീണപ്പോൾ പ്രപഞ്ചമാകെ കോരിത്തരിച്ചു. വെണ്ണിലാവുള്ള ശീതരാത്രിയിൽ ദൂതവാർത്ത കേട്ട് ആട്ടിടയരും ഓടിയെത്തി. മലർനിരയും തളിർലതയും പ്രപഞ്ചത്തിൽ നാഥനെ സ്തുതിച്ചു പാടി. നമുക്ക് സകലവും വെടിഞ്ഞ രക്ഷകന് നിഷ്കളങ്കമായ ജീവിതങ്ങൾ പകരം നൽകുവാൻ നമുക്ക് ആകുമോ? സൂസൻ ജോർജ് രചിച്ച് ഏബ്രഹാം ജോർജ് ഇഞ്ചേരി ഈണം പകർന്ന വെണ്ണിലാവുള്ള ശീതരാത്രിയും എന്ന ഗാനം ക്വയർ നമുക്കായി ഇപ്പോൾ ആലപിക്കുന്നു.